നമസ്കാരം, അമൃതാണ്. അപ്പോൾ എൻ്റെ ബുള്ളറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഇഷ്യൂവിൽ ഒരു മെയിൻ ഇഷ്യൂ ആയിട്ട് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഹോണിലെങ്ങാണ്ട് ഷോർട്ടായിട്ട് ബാറ്ററി ഡൗൺ ആവുന്നതാണോ എന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ട്. ഹോൺ ഫുള്ള് തുരുമ്പൊക്കെ എടുത്തപ്പോൾ അതിൻ്റെ തന്നെ ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ കേൾക്കത്തില്ല. അപ്പോൾ ഞാൻ ഹെല്ലയുടെ 2 ഹോൺസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോണിൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ല ബ്രാൻഡാണ് ഹെല്ല. ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ആണെന്നൊക്കെയാണ് പൊതുവേ ഓൺലൈനിലൊക്കെ ഉള്ളൊരു ഫീഡ്ബാക്ക്. നമുക്ക് റിയൽ ടൈമിൽ എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. എന്തായാലും യൂസ് ചെയ്തിട്ടൊരു 6 മാസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. ഭയങ്കര അഭിപ്രായമൊക്കെയാണ് ഓൺലൈനിലൊക്കെ, ഭയങ്കര ഒരുപാട് പേര് റെഫർ ചെയ്യുന്ന ഒരു, പക്ഷെ ഫോട്ടോയിൽ കണ്ട സാധനമല്ല. ഇതാകുമ്പോഴത്തേക്ക് ബ്ലാക്കാണ്, പൗഡർ കോട്ടഡാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുരുമ്പൊന്നും എടുക്കത്തില്ല. സ്റ്റീൽ ഫ്രെയിമാണ് പെട്ടെന്ന് തുരുമ്പെടുക്കുന്നത്. ഇതിന് 637 രൂപയാണ്. ഒരു 500 സംതിങ്ങിന് കിട്ടി. എൻ്റെ ഡയഫ്രം ഇത്രയും ഉയർന്നിരിക്കുന്നതിൻ്റെ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ പല വീഡിയോസിലും കേട്ടായിരുന്നു. എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാട്ടർ സ്പ്രേ പ്രൂഫ് ടൈപ്പ് 2B റിവെറ്റഡ്. ഇതിൻ്റെ വാറണ്ടി കാർഡാണ്. എല്ലാ എൻജിൻ ഓയിൽ, അതിൻ്റെ ഒരു ആഡും കൂടെ. ഇതിൻ്റെ കണക്ടറാണ്. ഈ കണക്ടറും ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. കണക്ടറും ഒക്കെ ഒരു പരുവമായിട്ടിരിക്കുകയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ പ്ലേറ്റൊക്കെ തുരുമ്പെടുത്ത് എന്തായാലും എല്ലാം അഴിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മിക്കിയുടെ ടൂൾ സെറ്റാണ്. മിക്കി പോയപ്പോഴത്തേക്ക് ഇതെല്ലാം ചുവന്നുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് തന്നിട്ട് പോയതാണ്. ഐമെക്സ് വലിയ ബ്രാൻഡൊന്നുമല്ല, വലിയൊരു ക്വാളിറ്റി സ്റ്റഫൊന്നുമല്ല, എങ്കിലും കാര്യം നടക്കും. എന്നാലും ഇവനെ തമ്മിൽ കണക്ട് ചെയ്യാനൊരു പ്രശ്നം. ഇതിന് കണക്ട് ചെയ്യാനുള്ളതാണ്. ഇവിടെ ഇങ്ങനൊരു സാധനമുണ്ട്, ഇവനെ വെച്ചായിരിക്കും ഇത് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഇവനെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്തായാലും ഇത് വർക്കിംഗ് ആണോ നമുക്കൊന്ന് നോക്കാം. ഇത് വെച്ചൊന്നും തുറക്കുക സാധ്യമല്ല, ഒടിഞ്ഞു പോകും. തൽക്കാലം നമുക്ക് ഈ അഡ്ജസ്റ്റബിൾ സ്പാനർ വെച്ചൊന്ന് മാനേജ് ചെയ്ത് നോക്കാം. തുരുമ്പായിട്ട് പ്രശ്നം. ക്വാളിറ്റി എത്ര പോരാ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി. ഇതിരുന്ന് വളയോ. സ്പാനർ വെച്ച് തന്നെ പിടിച്ചു നോക്കാം. യെസ്, ദാറ്റ്സ് ദ വേ. അവസാനം ഒരു 12-13 സ്പാനർ ഇതിൽ കയറി പിടിച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ അത് കംപ്ലീറ്റ് ആ പീസ് തന്നെ അഴിച്ച് നമുക്ക് മാറ്റാം. എല്ലാം തുരുമ്പെടുത്തിരിക്കുക. റിംഗ് സെറ്റ് സ്പാനർ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ മേഖലയിലോട്ടൊന്നും ഇതുപോലെ കൈ വെച്ചിട്ടില്ല, ആദ്യമായിട്ട് കൈ വയ്ക്കുക. ഡീഫോൾട്ടായിട്ട് ഇരുന്നത് മിൻഡയുടെ ഹോണാണ്. പക്ഷേ മിൻഡയുടെ ഹോണിന് നല്ല കോസ്റ്റ്, നല്ല വിലയുണ്ട്. ഏതാണ്ടൊക്കെ ഒരു വിധം ഫിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളി സൗണ്ട്. എന്തായാലും എല്ലാ റിലേ ഒക്കെ വേണമോ എന്നുള്ളതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു സംശയം. എന്തായാലും റിലേ ഒന്നും വേണ്ട, റിലേ ഒന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. നമുക്കൊരു 6 മാസം ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.